നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹായ് ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നെങ്കിൽ ലെറ്റ് മീ ടെൽ യു, ഈ ഒരു വീഡിയോ ഇവിടെ വരാനുള്ള കാരണം ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലുള്ള കുറെ എന്ന് തല പെരിപ്പിക്കുന്ന എന്റെ ഗൈസ് ഉണ്ട്. യെസ്, അവര് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, കൊല്ലങ്ങളായിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോന്റെ ഇടയിൽ കമന്റ്സ് ഇട്ടിട്ട് വന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ എപ്പിസോഡ് 2 ആണ് ഓഫ് മൈ ഹെയർ കെയർ റൂട്ടീൻ. അപ്പൊ എപ്പിസോഡ് 1 ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ ഹെയർ കെയർ ജേർണി. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രപ്പുറത്തായി നിങ്ങൾക്ക് എന്ത് മുടിയോ ഉള്ളത് ഈ വീഡിയോ വരാനായിട്ട്. ബിക്കോസ് അറ്റ് സം പോയിന്റ് ഓഫ് മൈ ലൈഫ് എന്റെ മുടിയുടെ അവസ്ഥ അതെ ഇതായിരുന്നു. ആക്ച്വലി ഇതിനു മുമ്പ് നല്ല ഹെയർ ഗ്രോത്ത് ആയിരുന്നു. അത് കഴിഞ്ഞ് എന്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ വരുത്തി വെച്ച മുടിയാണ്. ആൻഡ് അതിൽ നിന്ന് ഇതിലോട്ട് വന്നത് കൊണ്ട് എന്റെ ഗൈസുകൾക്ക് മതമിളകി. കാരണം അവർ മിക്കവാറും വേഗം തന്നെ ഈ ഒരു മാസം കൊണ്ട് തന്നെ എന്റെ നിന്ന് ഡിവോഴ്സ് മേടിക്കുന്നുള്ള ഭീഷണിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. സോ യെസ്, അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോ ഇട്ട് വന്നേക്കണം. ആൻഡ് ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെയറിന്റെ ക്വാളിറ്റി അമേസിംഗ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ എന്റെ ഹെയർ കെയർ റൂട്ടീനിൽ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിച്ച് ഈസ് ഹെയർ ഓയിൽ. ഇത് കംപ്ലീറ്റ്ലി അൺസ്പോൺസർഡ് ആണ്. എന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്നോ ഇന്നലെ യൂസ് ചെയ്തോ കുറച്ച് മാസം മുമ്പ് യൂസ് ചെയ്തതല്ല, നോ, കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ആൻഡ് ഓയിൽസിന്റെ ഇടയ്ക്ക് തന്നെ ചില ടൂൾസ് ഉണ്ട്. അത് വേണമെന്ന് ഞാൻ പറയില്ല, മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടാ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്നെ പോലെ കാശ് മുടക്കാൻ ഭയങ്കര ചോർന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും മേടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ഹെയർ കെയർ റൂട്ടീൻ ഗൈസ് വളരെ സിമ്പിൾ സംഭവമാണ്. അതിന് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക. ഈ മുടിയൊക്കെ വളർത്തിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഈ ഭാഷണം ഇനി എനിക്ക് പറയാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൂൾസ് ആണ് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്, സോ ദാറ്റ് ആ ഒരു സ്റ്റെപ്പ് നല്ല കൺവീനിയന്റ് ആവും ആൻഡ് ഹെയർ ഓയിലിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പ് നല്ല എഫക്റ്റീവ് ആകും. നേരെ വായിക്കാണ്ട് നമുക്ക് വേഗത്തിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ കുപ്പി ഞാൻ മറച്ചു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്ര എണ്ണ കണ്ട് ആരും പേടിച്ചോടണ്ട. ഞാൻ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ആക്കാം ആരേത് യൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കിതേ വീട്ടിൽ മമ്മി കാച്ചാറുള്ള ഈ ഒരു എണ്ണ. ആൻഡ് ഇതിനകത്ത് ഓ ഗോഡ് ഗൈസ് ഓർക്കൂല അത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആസ് എ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 അതിന്റെ അപ്പുറം എന്തായാലും പോകാറില്ല. കാരണം ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കുറെ മണിക്കൂറുകൾ ഇത് തലയിൽ വെക്കാറുണ്ട് ആസ് എ പെർഫെക്റ്റ്. ഇതന്നെ നല്ലൊരു ഡീപ്പ് ഓയിലിംഗ്, ഭയങ്കര എക്സ്ട്രീംലി ഓയിലി ആക്കിയിട്ട് എന്നുവെച്ചാൽ ഓയിൽ ഹെയർ മാസ്ക് ഉണ്ടാവൂലേ, അതുപോലെ ഞാൻ ഇതിനെ യൂസ് ചെയ്യണത് കേട്ടാ. ഇത് അങ്ങനെ വളരെ ഒരു സ്പാ മൂവ്മെന്റിലാണ് ഇതിനെ ഞാൻ യൂസ് ചെയ്യണത്. പക്ഷെ ഇതും നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടില് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ബിക്കോസ് ഞാൻ ഇത് എന്താ പറയാ കാച്ചണ സമയത്തുള്ള ഫുൾ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ബിക്കോസ് വീട്ടിൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റിയലി ഇഫക്റ്റീവ് ഗൈസ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല, ആക്ച്വലി അകത്ത് ഈ സാധനം നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ആൻഡ് ഓ മൈ ഗോഡ്, ഇത് വളരെ സൂപ്പറാ ഗൈസ്, വളരെ സൂപ്പർ സംഭവമാണ്. ആൻഡ് ഇത് എന്താ പറയാ ഇത്ര ഇൻഗ്രീഡിയൻസ് കിട്ടാൻ എപ്പോഴും പാടാ. അതുകൊണ്ട് ഇതിനെ വളരെ പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ റെഗുലർലി ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ കേട്ടോ. അപ്പൊ അതിനകത്ത് വല്ലതാണ് യെസ്, ഈ എണ്ണ ഇത്രയും കാലമായിട്ട് ഞാൻ ഒളിപ്പിച്ച് വച്ചിരുന്നത് നിങ്ങളിൽ നിന്ന്. അതാണ് ഈ ഒരു പമന്തക തൈലം. ഇതിന്റെ സ്റ്റോറി ഞാൻ പറയാം, എങ്ങനെയാണ് ഈ ഒരു തൈലം വരെ ഞാൻ എത്തിയെന്നുള്ളത്. ആക്ച്വലി മമ്മിയുടെ ഒരു ആയുർവേദിക് ഡോക്ടർ ഉണ്ട്, പക്ഷെ മമ്മി കാണിക്കുന്ന ഒരു ആയുർവേദിക് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറുടെ അടുത്ത് മമ്മിയുടെ ആവശ്യത്തിന് പോയപ്പോ ഞാൻ ഒരു സുഖത്തിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട് ഡോക്ടർ. ബിക്കോസ് ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കില്ലേ പ്രത്യേകം ഭയങ്കര ഇഷ്ടമാണ് ഈ ആയുർവേദിക് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫേസ് മാസ്ക് ആയാലും അങ്ങനെയൊക്കെ ഈ ആയുർവേദ കടകളിൽ ഇങ്ങനെ തൂക്കി കിടക്കണ ആളുകൾ അതൊക്കെ അങ്ങോട്ട് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തതായിരുന്നു ഈ ഹെയർ ഓയിൽ. ആക്ച്വലി ഡോക്ടർ ആ സമയത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ദാറ്റ് ഇതിനെ ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെച്ചാൽ മതി എന്നുള്ളത്. എന്താ കാരണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിരുന്നത് ഗൈസ്, ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മുടെ സ്കാൽപ്പിന്റെ സർഫേസ് ഇല്ലേ, അല്ലെങ്കിൽ റൂട്ടിലാണോ അവിടെ എങ്ങാണ്ടൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ വരുത്തുന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഞാൻ ഡാൻഡ്രഫ് എന്നുള്ള രീതിയിലാണ് ഇത് റെഗുലർലി യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇഫ് യു ആസ്ക് മീ ഡാൻഡ്രഫിന്റെ കാര്യത്തിൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് ശരിക്കും നല്ല എഫക്റ്റീവ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞ എന്താ പറയാ നല്ല റെഗുലർലി യൂസ് ചെയ്യണം. അപ്പോഴേ ഒരു
വൺ മന്ത് ഒക്കെ കഴിഞ്ഞ ആ റിസൾട്ട് കാണാൻ കിട്ടില്ല. ഒബ്വിയസ്ലി ഇത് ആയുർവേദിക് ആണ്. യെസ്, ഒരു കാര്യമുണ്ട്, ഇത് യൂസ് ചെയ്തപ്പോ ചൊറിച്ചില് പോയി. അത് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ആ റിസൾട്ട്. റെഗുലർലി യൂസ് ചെയ്തപ്പോൾ ഡാൻഡ്രഫുമേ നല്ല ഒരു കൺട്രോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യണ വേറെ പ്രൊഡക്ട്സ് വെച്ചിട്ടും ഡാൻഡ്രഫ് എന്നെ നല്ലോണം പോകുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി ഞാൻ എന്താ പറയാ, ഇത് തന്നെയാണ് കാരണം എന്ന് പറയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം മേടിച്ചിരുന്നത് ഈ ഒരു രാജ ആയുർവേദിക് ബ്രാൻഡിന്റെ ആണ്. ആൻഡ് ഈ ഒരു ബ്രാൻഡ് നമുക്ക് മലപ്പുറം, തൃശ്ശൂർ അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയിലാണ് ഈ ഒരു എണ്ണ കിട്ടുക. അതുപോലത്തെ ആ ഏരിയയിലുള്ള ആയുർവേദിക് ഷോപ്സിലാണ് ഇത് കിട്ടുക. ബട്ട് ഡോണ്ട് വറി, കോട്ടക്കലിലുണ്ട്. കാരണം എനിക്ക് ഇത് തീർന്നപ്പോൾ ഞാൻ ഇച്ചിരി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അതിനു മുമ്പ് എനിക്ക് കിട്ടാണ്ടായപ്പോൾ ഞാൻ ഈ ഒരു കോട്ടക്കലിന്റെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടാ. ബിക്കോസ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് കുറച്ചുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി മേടിക്കാനായിട്ട്. അപ്പൊ ഞാൻ പമന്തക തൈലം ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടക്കലില് കിട്ടി. ഞാൻ ഇത് നോക്കിക്കോ എത്രയായി എന്നുള്ളത്. ഞാൻ ഇനി വീണ്ടും ഒബ്വിയസ്ലി ഇത് ഓൺലൈനെ ഓർഡർ ചെയ്യുള്ളൂ. കാരണം ഞാൻ വീണ്ടും മറന്നുപോയി ഇത്തവണ പോയപ്പോൾ മേടിക്കാനായിട്ട്. നിങ്ങൾക്കറിയാം എക്സ്ട്രാ നമുക്ക് ഡെലിവറി ചാർജ് കൊടുക്കണം ഇതിന്. ബട്ട് സാരില്ല എന്തൊക്കെയായാലും. പക്ഷെ ഇത് രണ്ടിനും ഡിഫറൻസ് അതെനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ആയുർവേദത്തിന്റെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ലെറ്റ് മീ നോട്ട്. എന്താണെന്നറിയാമോ, ഇത് രാജ ആയുർവേദയുടെ പമന്തക തൈലം, ഇതിന്റെ അകത്തുള്ള എണ്ണ ഗ്രീൻ കളർ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹെയർ കെയർ, സ്കിൻ കെയർ, ഗ്ലോ അപ്പ്, പാമ്പർ അങ്ങനെയൊക്കെ റൂട്ടീനൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹെയർ ഓയിൽ ഗ്രീൻ കളറിന്റെ, മനസ്സിലായ? സോ അത് ഇതായിരുന്നു കേട്ടാ. ഇത് ജസ്റ്റ് കുറച്ച് ഞാൻ ജസ്റ്റ് പേരിന് വേണ്ടി വെച്ചേക്കാണ്. ബട്ട് അത് കഴിഞ്ഞുള്ള നമ്മുടെ റെഡ് കളർ എണ്ണയാണ് ഇത്. ഇത് വന്നപ്പോ തന്നെ ഞാൻ ഡൗട്ട് അടിച്ചെന്ന് വെച്ചാൽ എന്റെ ഈശ്വര ഇത് ഇനി അത് തന്നെയാണ്. ബട്ട് ഇത് അത് തന്നെയാണ്. ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന്റെ സെയിം ആണ്. പക്ഷെ എവിടെയാണ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു കളർ മാറ്റം മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ, മേ ബി എനിക്ക് തോന്നുന്നു ഇത് ഫ്രഷ്ലി എണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ വരില്ല, അതുകൊണ്ടായിരിക്കാം. കുറച്ചു നേരം ഇരുന്ന് വരുമ്പോഴായിരിക്കും ആയുർവേദം എത്ര നിൽക്കും അത്രയും നല്ല ഗുണം. അങ്ങനെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിനെ തന്നെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല. എനിക്ക് ഒരേപോലെ തോന്നിയത്. പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ അനുസരിച്ചില്ല. ഞാൻ കുറച്ചു നേരം കൂടുതലാണ് വെക്കണം. 10-15 മിനിറ്റ് മാത്രം വെച്ചിട്ട് എനിക്കെന്തോ തൃപ്തി കിട്ടൂല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു 2 to 3 times ആണ് ഹെയർ വാഷ് ചെയ്യണത്. എന്നും ഹെയർ വാഷ് ചെയ്യണവർക്ക് മേ ബി കുഴപ്പമില്ലായിരിക്കാം, 10 to 15 minutes വരെ വെച്ചാൽ മതി. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഷാംപൂ യൂസ് ചെയ്യണതാണ്. അപ്പൊ അതുകൊണ്ട് ഓയിൽ അത്ര നിൽക്കില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിന് നല്ല എഫക്ട് നിൽക്കാനായിട്ട് ഞാൻ കുറെ നേരം വെക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഇതിന്റെ ആപ്ലിക്കേഷനും എത്ര നേരം വയ്ക്കും എങ്ങനെയാണെന്നുള്ളത്. ബട്ട് അതായിരുന്നു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്നുള്ളത് തന്നെ. ബിക്കോസ് അത് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷെ ആയുർവേദയുടെ കാര്യത്തിൽ ഐ ഗസ് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ടും ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ യൂസ് ചെയ്യണത്. അപ്പോ അങ്ങനത്തെ ഒരു കേസിൽ നിങ്ങൾക്ക് ഏതൊരു ഹെയർ ഓയിൽ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ആയുർവേദയുടെ നീലഭൃംഗാദി എന്ന് പറഞ്ഞിട്ടാ. അത് ഞാൻ യൂസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ടീനേജ് ഹെയർ കെയറിലെങ്ങാണ്ടാണ് ഞാൻ ഷെയർ ചെയ്തേക്കണെന്ന്. കാരണം എന്താണെന്നറിയാമോ, അത് എന്നെക്കാട്ടും കൂടുതൽ മമ്മിയാണ് ഗൈസ് യൂസ് ചെയ്തേക്കണത്. സോ ആ ഒരു ഏജിലും മമ്മി അത് റെഗുലർലി യൂസ് ചെയ്തപ്പോൾ മമ്മിയുടെ മുടി വളർന്നുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ നോക്കിയോ. പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്, കുറെ നേരം കൂടെ വയ്ക്കരുത്, ജലദോഷത്തിന് സീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാട്ടെ. അപ്പൊ ഇതിനകത്ത് മേ ബി അതായിരിക്കാം ഡോക്ടർ പറഞ്ഞത് 10-15 മിനിറ്റ് വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ ഞാൻ അനുസരിച്ചില്ല. എനിക്ക് അങ്ങനത്തെ സീനില്ല. ഞാൻ ഓവർനൈറ്റ് വരെ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് കിടക്കണമെന്നാണ്. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. ചില സമയത്ത് പണി കിട്ടാറുണ്ട്. പക്ഷെ അത് ഓരോ റീസൺ വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റീസൺ വെച്ചിട്ടായിരിക്കാം എനിക്ക് കൂടുതൽ അങ്ങനെ ജലദോഷം സീൻ. അതർവൈസ് ടച്ച് എവിടെ വുഡ് അങ്ങനത്തെ ഒരു സീൻ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഹെയർ ഓയിൽ ട്ടാ. ഫൈനലി റിവീൽ ചെയ്ത് പോലെ എങ്ങനെ തോന്നുന്നു. ഈ 3 ഹെയർ ഓയിലും ഉള്ളത്, ഒന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കേരള ആയുർവേദ, അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ. ഇതിൽ നിന്നാണ് ഏതെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പൊ റെഗുലർലി ആയിട്ട് കുറെ നാളായിട്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ഓയിൽ വീട്ടിലുണ്ടാക്കാം. കരിവേപ്പില, ആംല, നെല്ലിക്ക അതൊക്കെ ഇട്ടിട്ട്. ബട്ട് ഉണ്ടാക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഹെയർ ഓയിലൊക്കെ ഡയറക്ട്ലി മേടിച്ച് യൂസ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വൈ നോട്ട്. നൗ നെക്സ്റ്റ് കം ടു വേറെ ഓയിൽസ്. അതിനകത്ത് ഒന്നാണ് ഈ ഓയിൽസിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനെ ആസ് എ കാരിയർ ഓയിൽ ആയിട്ട് ഞാൻ എടുക്കും. അതിന്റെ കൂടെ ഞാൻ കുറെ നാളായിട്ടില്ല, പക്ഷെ ഇപ്പൊ 1 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യണുണ്ട് ഈ ഒരു കാസ്റ്റർ ഓയിൽ. ഞാൻ പണ്ടും കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടി വെട്ടണതിന് മുമ്പ് ഇത്രയും മുടിയായിരുന്നില്ലേ, അതിന് മുമ്പ് നല്ല മുടി ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എപ്പോഴും വീട്ടിലെ എണ്ണ കാച്ചിയ എണ്ണ ഉണ്ടാവൂലേ, അതിന്റെ കൂടെ ഇത് മിക്സ് ആക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ മേക്ക് ഷുവർ ചെയ്യും ഇത് ഭയങ്കര അങ്ങോട്ട് ക്വാണ്ടിറ്റിയിൽ ഞാൻ യൂസ് ചെയ്യില്ല. കാരണം ഭയങ്കര ഓയിലി ആയിട്ട് ഇങ്ങനെ
സ്കാൽപ്പ് ഇങ്ങനെ നിൽക്കും, മനസ്സിലായി. അപ്പൊ ഭയങ്കര അങ്ങോട്ട് ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട്. കുറെ പേരുടെ സ്കാൽപ്പിലേക്ക് ഭയങ്കര ഹെവി ആയിട്ടായിരിക്കും എന്ന് വെച്ചാൽ മനസ്സിലായോ, ഭയങ്കര ഹെവി ആവണുണ്ടാവും. അതുകൊണ്ട് ചില സ്കാൽപ്പുകൾക്ക് ഇത് പറ്റില്ല. അപ്പൊ ഇതൊരു എന്താ പറയാ ടെസ്റ്റ് ആൻഡ് ട്രയൽ കൈൻഡ് ഓഫ് തിങ് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ ഒരു സോൾഫ്ലവറിന്റെ ഈ ഒരു ബ്രാൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ ഇതിനെ യൂസ് ചെയ്യണുള്ളൂ. ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യണതാണ്. അപ്പൊ നോക്കിക്കോ എത്ര മാത്രമാണ് ഉപയോഗപ്പെട്ടേക്കണം എന്നുള്ളത്. ഡ്രോപ്സിലാണ് ഗൈസ് ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യണത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറയൂല. നെക്സ്റ്റ് ഓയിൽ എനിക്ക് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നപ്പോഴാണ് ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. പല ബ്രാൻഡ്സ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. പലത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു നൈക്കയുടെ യൂസ് ചെയ്യാറുണ്ട്, ആൽപ്സ് ഗുഡ്നെസിന്റെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എവിടെയാണോ നല്ല ഓഫർ കിട്ടുന്നത് അങ്ങോട്ട് ഞാൻ ചാടും. അപ്പൊ റീസെന്റ് ഞാനിപ്പോ നൈക്കയുടെയാണ് സെയിൽ വന്ന സമയത്ത് നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ വേറെ ഒരു ബാച്ചും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ജസ്റ്റ് ഡ്രോപ്സിൽ മാത്രമേ ആവശ്യമുള്ളൂ. ബിക്കോസ് ഇതൊരു എസെൻഷ്യൽ ഓയിൽ. എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് വെർഷൻ ആയിരിക്കും. നമ്മുടെ ഈ ഓയിൽ പോലെയല്ല, പാവം പോലെയല്ല. പക്ഷെ ഇത് വളരെ സ്ട്രോങ് ആൻഡ് വളരെ എന്താ പറയാ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചിലവരിങ്ങനെ ഡയറക്ട്ലി ഒക്കെ യൂസ് ചെയ്യണം. നോ, ഒരിക്കലും ചെയ്യരുത്. ഇത് ഭയങ്കര സ്ട്രോങ് ആ. നമ്മുടെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ സ്കിൻ തന്നെയാണ്. അതിനെ ഡാമേജ് ആക്കലിട്ട് പിന്നെ ചിലപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലോട്ട് ചാടരുത്. ആർത്തി മുട്ടിയിട്ട് കണ്ണിൽ കണ്ടൊന്നും ചെയ്ത് കൂട്ടരുത്. ഓക്കെ, അപ്പൊ സംഭവങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ ഒരു സംഭവം ഇല്ലേ എന്തെന്ന് നോ നോളേജ് ഈസ് ബെറ്റർ ദാൻ ഹാഫ് നോളേജ്. യെസ്, ഇത് യൂസ് ചെയ്ത സംഭവം ഒന്നുമില്ല. റോസ്മേരി നമുക്ക് എല്ലാവർക്കും അറിയാം അടിപൊളിയാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഇൻഫാക്ട് മുടി ഒട്ടും വളരാണ്ട് ബോൾഡ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ വരെ റോസ്മേരി നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇതുവരെ എല്ലാം ട്രൈ ചെയ്തിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യുക. ഡയറക്ട്ലി നഹി, ഞാൻ പറയണ എങ്ങനെയാണോ അങ്ങനെ. നെക്സ്റ്റ് ഓയിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ആൻഡ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ എത്ര ബ്രാൻഡ്സ് ആക്കി ഞാൻ മാറ്റി മറിച്ച് യൂസ് ചെയ്തേക്കണം. ഒന്ന് അർബൻ ബോട്ടാനിക്സ്, പിന്നെ ഒന്ന് റേ നാച്ചുറൽസ് ആയിട്ട്. ഇത് രണ്ടും ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത് രണ്ടുമാണ്. ലാസ്റ്റ് സെക്കൻഡ് ടൈം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ക്ലിഗനിക്കിന്റെ. പക്ഷെ ഇത് നല്ല റേറ്റ് ആ ഗൈസ്, 1500 രൂപയാണ് ഫോർ 120 ml. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നട്ട് ഹാബിറ്റിന്റെ, ഇത് പുതിയതായിട്ട് ലോഞ്ച് ആയിരുന്ന സമയത്ത് ഞാൻ വേഗം മേടിച്ച്. നട്ട് ഹാബിറ്റ് ആക്ച്വലി വളരെ ട്രസ്റ്റ് വർത്തിയാണ് എനിക്ക് വേണ്ടിയിട്ട്. 30 ml ആയിട്ടുള്ള ഈ ഒരു ഡ്രോപ്പർ പാക്കേജിംഗ് ആയിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വലിയതായിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു 50 ml യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നത് കേട്ടോ. ഈ 50 ml അവർ ഈ ഡ്രോപ്പർ പാക്കേജിങ് തന്നെ തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു കുഞ്ഞി ഹോൾ ആയിട്ടുള്ളത്. പക്ഷെ ഒട്ടും കൺട്രോൾ കിട്ടില്ല. ഞാനിങ്ങനെ എടുക്കുമ്പോഴേ ഇച്ചിരി കൂടുതൽ ചില സമയത്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സീനാ. അതർവൈസ് സംഭവം പൊളി സംഭവമാണ്, നന്നായിട്ട് വർക്ക് ആവണം. അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ യെസ് അത്യാവശ്യം എന്താ പറയാ ക്ലിനിക്കിനെക്കാട്ടും അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ്. നമ്മൾ ആ ഒരു ml വെച്ചിട്ടൊക്കെ പ്രൈസ് ഇങ്ങനെ കമ്പയർ ചെയ്യില്ല. അപ്പൊ അതിനെ വെച്ച് വെച്ചുകഴിഞ്ഞാൽ നല്ലതാണ്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്റെ ഹെയറിന്റെ ലെങ്തിലാണ് കേട്ടോ. ഹെയർ ഓയിലിംഗ് തന്നെയല്ല, ഞാൻ അതിനെ മൾട്ടിപ്പിൾ ടൈംസ് എന്റെ ഹെയർ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ഇന്ന് ഈ ഒരു എന്താ പറയുക ഹെയർ ഓയിലിംഗ് ആയിട്ടുള്ള പാർട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് ഞാൻ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. സ്കാൽപ്പിൽ ഇപ്പൊ ഇതൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ലെങ്ത്തില് എന്തായാലും ഞാൻ ഹോഹോവ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ് റെഗുലർ ബേസിസിലായിട്ടുള്ള എന്റെ ഹെയർ കെയർ റൂട്ടീൻ ആകുമ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. ഇനി ലെങ്ത്തിൽ വേറെ മേടിക്കാൻ പറ്റില്ല, സ്കാൽപ്പിൽ വേറെ മേടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കൺഫ്യൂസ് ആവാണ്ട. ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ല, ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനത്തെ ഒരു സീനാണെങ്കിൽ ഗോ ഫോർ ദ കേരള ആയുർവേദ വെർഷൻ. പിന്നെ അത് നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങളുടെ ബോഡിക്ക് എത്രമാത്രം സഹിക്കാൻ പറ്റുന്നുണ്ട്, ജലദോഷം വരെ എത്തണ വരെ അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം, വളരെ നല്ലതായിരിക്കും. കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യണോ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണോ ചോദിച്ചാൽ ഞാൻ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ തന്നെയായിരിക്കും പറയാൻ പോണത്. ലൈറ്റ് വെയിറ്റ് ഇടാം, പക്ഷെ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഗ്രോത്തിന്റെ ക്വാളിറ്റി കൂട്ടണം, നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ വരണം, കാസ്റ്റർ ഓയിൽ പറ്റും, സൂട്ട് ആവുമെങ്കിൽ മാത്രം കാസ്റ്റർ ഓയിൽ കൂടെ ഞാൻ യൂസ് ചെയ്യണ പോലെ ഇൻക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ അതർവൈസ് ഇത് മാത്രം യൂസ് ചെയ്താലും എഫക്റ്റീവ് ആണ് ഗൈസ്, മനസ്സിലായോ? അപ്പൊ നന്നായിട്ട് ഹെയറിനെ എന്താ പറയാ ഗ്രോ ചെയ്യാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല, ഇത് നന്നായിട്ട് വർക്ക് ആക്കണതാണ്. ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു ഹെയർ കെയർ റൂട്ടീൻ ഓയിലിൽ മാത്രം നിൽക്കില്ല,
വാഷിൽ മാത്രം നിൽക്കില്ല, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ മാത്രം നിൽക്കില്ല. ലൈഫ് സ്റ്റൈൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ട, ഫാൻസി ആയിട്ടുള്ളതും വേണ്ട, എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് വേണം താനും, വളരെ സിമ്പിൾ ഹമ്പിൾ ആയിട്ടിരിക്കണം, എന്താ പറയാ ഹെവി ഓയിൽസ് യൂസ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ അല്ല എന്നാണെങ്കിൽ രണ്ട് സംഭവം മേടിച്ചാൽ മതി. വൺ, ഏതെങ്കിലും ക്ലിഗനിക് അല്ലെങ്കിൽ നട്ട് ഹാബിറ്റ്. അപ്പൊ ഹോബ ഓയിൽ നോർമൽ ആയിട്ട് ലെങ്ത്തിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻഡ് നിങ്ങളുടെ ലോ പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഹോഹോബ ഓയിൽ ഒരു വരദാനമാണ് ഗൈസ്. ആക്ച്വലി വളരെ ലൈറ്റ് വെയ്റ്റഡ്, എന്നാൽ മുടിയെ നന്നായിട്ട് നറിഷ് ചെയ്യണം, നന്നായിട്ട് മുടിയെ ഹെൽത്തി ആക്കണ ഒരു ഓയിൽ. എനിക്ക് ഒരിക്കലും ഇതിനെ വിടാൻ പറ്റില്ല. ഞാൻ ബാക്കിയൊക്കെ ചിലപ്പോൾ ഒരു സമയത്ത് ഉപേക്ഷിച്ചേക്കാം, പക്ഷെ ഹോഹോബ ഓയിൽ ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം പറ്റില്ല ഗൈസ്. സോ ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ ഹോഹോബ ഓയിൽ മാത്രം യൂസ് ചെയ്യാൻ എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഹെയറിന്റെ ക്വാളിറ്റി, ഇപ്പൊ നിങ്ങളുടെ ലോ പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഹെയറിന്റെ ക്വാളിറ്റി കട്ടപ്പകയായിരിക്കും, ഇങ്ങനെ ചകിരിയായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരിക്കും. അപ്പൊ നിങ്ങൾ ഹോഹോബ ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. യെസ്, സ്കാൽപ്പിലും നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് എന്താ പറയാ ഗ്രോത്ത് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷെ ഹെയറിന്റെ ക്വാളിറ്റി നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഹെയറിനെ ഗ്രോ ചെയ്യാൻ വരുന്ന ഹെയർ ഇല്ലേ അതിനെ നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രോത്തിൽ പ്രശ്നമാണെങ്കിൽ ജസ്റ്റ് ആഡ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇതായിരുന്നു നമ്മുടെ ഹെയർ ഓയിൽ ഗാഥ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഹെയർ ഓയിലിംഗ് ടൂൾസ്. ആദ്യത്തെ അനാവശ്യമായിട്ട് തോന്നുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലത്തെ ചീപ്പ് പോലത്തെ ഈ ഒരു കോമ്പ് ബോട്ടൽ. ആക്ച്വലി ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടാ. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആവശ്യമുണ്ട്. എനിക്ക് എന്തായാലും ഇപ്പൊ ആവശ്യമുണ്ട്. ബിക്കോസ് ദിസ് മേക്ക് ഷുവർ ഒരു ഭാഗം പോലും ഓയിൽ നിന്ന് വഞ്ചിക്കപ്പെടരുത്, ഓയില് തൊടാണ്ടിരിക്കരുത്, അവിടെ ഒക്കെ ഓയിൽ അപ്ലൈ ആവണം എന്നുള്ളത് ഈ സംഭവം ശരിക്കും മേക്ക് ഷുവർ ചെയ്യണതാണ്. അപ്പൊ ഈ രണ്ട് സംഭവം എന്താ ഞാൻ കാണിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ കൺവീനിയന്റ് ആയിട്ട് കുറച്ച് ഇങ്ങനെ നല്ലോണം അടയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതി, കോമ്പാക്റ്റ് ആയിട്ടുള്ളത് മതിയെങ്കിൽ ഈ ഒരു സംഭവം മതി. ഞാൻ എന്താന്ന് പറയാ ഇത് മേടിക്കാൻ കാരണം, ഇത് ആക്ച്വലി ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് നടുക്കി ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ കൂടുതൽ പ്രഷറും കണ്ടു കൊടുത്തപ്പോൾ പിന്നെ ഞാൻ ഇതിലിട്ട് കടന്നില്ല. പിന്നെ ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. പക്ഷെ ഇതിന്റെ കണ്ട ആ ഒരു അത്രയില്ല, ഇതിന്റെ അത്രയും സംഭവമില്ല, വീതി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ വേറെ എന്താ പറയുക മാസ്ക് ഒക്കെ അപ്ലൈ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഞാൻ പിന്നെ കഴുകാൻ മറന്നുപോയി, തുറക്കണില്ല ഗൈസ്, നമ്മൾ ബോധം കിട്ടും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് അറിയാമോ, ഈ രണ്ട് ബോട്ടിൽ ഏത് ബോട്ടിൽ നിങ്ങൾ യൂസ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഹെയർ ഓയിൽ ചെയ്യണം അപ്പം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ മുഴുവൻ നിറച്ചങ്ങോട്ട് വയ്ക്കരുത്, കാരണം ഇതിനകത്ത് ഇങ്ങനെ ഓട്ടയുണ്ട്, അത് ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പൊ ആ ഹെയർ ഓയിലിന്റെ ആ ഒരു എഫക്റ്റ് പോകും, മനസ്സിലായ? അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടാ. ഞാൻ എപ്പോഴും സംഭവം എന്ത് വലിയ എത്ര ആവശ്യമില്ല, ഇത് ഇത്ര ഒരു കുപ്പി മതിയായിരുന്നു, പക്ഷെ അങ്ങനത്തെ കിട്ടണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ടുള്ളത് അത്രയും മാത്രമേ ഞാൻ മിക്സ് ആക്കുള്ളൂ ഹെയർ ഓയിൽസ്. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് തീർക്കും. എനിക്കറിയാം എത്ര വേണം എന്റെ ഹെയറിന് വേണ്ടി. എന്റെ ഫുൾ ഹെഡ് സ്കാൽപ്പിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത്. ലെങ്ത്തിലേക്ക് വേണ്ടി ഞാൻ നോർമലി ഹോഹോബ ഓയിൽ കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യാ. നിറച്ചങ്ങോട്ട് വയ്ക്കരുതൊക്കെ കൂടെ മിക്സ് ചെയ്ത് എളുപ്പപ്പണിക്ക് ഞങ്ങൾക്ക് തോന്നുമ്പോൾ എടുത്ത് അപ്ലൈ ചെയ്യാം. നോ, കുറച്ച് പണി വെട്ടേ പറ്റൂ. സോ നെക്സ്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണോന്ന് വെച്ചാൽ ആണ്, എന്നാലും നിങ്ങൾക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വീട്ടിൽ തന്നെ ഒരു അടിപൊളി സംഭവം ചെയ്യാം. അതാണ് ഹീറ്റിംഗ് ക്യാപ്പ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്, ഈ ഒരു സംഭവം എന്നെ ഹെൽപ്പ് ചെയ്തേക്കണത്. ബിക്കോസ് നമ്മൾ ഓയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യും, മസാജും ചെയ്യും, ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് അത് നമ്മുടെ ഹെയറിലേക്ക് ഓയിൽ പെനിട്രേറ്റ് ആവണുണ്ടോ ഇല്ലയോ, അതൊക്കെ ആരാ മേക്ക് ഷുവർ ചെയ്യണേ? ഈ ക്യാപ്പ് ഇട്ട. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, കാരണം ഈ രണ്ട് മെത്തേഡും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്പ്, രണ്ടാമതാണ് ഹോട്ട് ടോവൽ ട്രീറ്റ്മെന്റ്. യെസ്, നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് കെട്ടി വെക്കില്ലേ, തോർത്ത് മുക്കാൻ ഞാൻ പറയില്ല, അതിന് നല്ലത് മൈക്രോ ഫൈബർ ടോവൽ ആയിരിക്കും. കാരണം അത് കുറച്ച് അത്യാവശ്യം നേരം ചൂട് പിടിച്ചു വെക്കും, മനസ്സിലായ? പക്ഷെ നമ്മുടെ നോർമൽ കോട്ടൺ തോർത്തില്ല നാട്ടിൽ യൂസ് ചെയ്യണ അതങ്ങനെയല്ല, പെട്ടെന്ന് നടത്തും. അപ്പൊ നമുക്ക് മുക്കിപ്പിടിയാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെക്കാട്ടൊക്കെ കൺവീനിയന്റ് എനിക്ക് ഫീൽ ആവുന്നത് ഇതാണ്. കാരണം മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും എന്റെ കൈ പൊള്ളിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അത് ശരിക്കും എഫക്റ്റീവാ ഗൈസ്. എനിക്ക് ആരെങ്കിലും ഒന്ന് കൈയൊക്കെ അവനവന്റെ പൊള്ളിച്ചൊക്കെ ഞാൻ കെട്ടിക്കോളാം, ബിക്കോസ് ദാറ്റ് സോ ഗുഡ്. ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ഓവനിലൊക്കെ കൊണ്ടാക്കണം, അങ്ങനൊന്നും ചെയ്യല്ലേട്ടാ, നോക്കി കണ്ടും ചെയ്യാ എന്താന്നുള്ളത്. എനിക്ക് അതിനുള്ള ധൈര്യമില്ല, അല്ലെങ്കിലോ ഓവരില്ല, അല്ലെങ്കിൽ ചിലപ്പോ ഒപ്പിച്ചേനെ.
പക്ഷെ നോ, അതർവൈസ് ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കൺവീനിയന്റ് ആണ്. ഞാൻ എന്തായാലും യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര അങ്ങോട്ട് സമയമുണ്ട്, എന്താ പറയാ, കൈയൊക്കെ മുക്കി അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും എന്താ പറയാ ഹോട്ട് ടവൽ ട്രീറ്റ്മെന്റ്. ഞാൻ ഇൻഫാക്ട് നിങ്ങൾക്കറിയാം, നാട്ടിൽ വെച്ചിട്ട് നാട്ടിൽ നമുക്ക് ഓവൻ ഇല്ല, പക്ഷെ ഓവന്റെ ആ ഒരു ഗ്ലൗസ് ഇല്ലേ, കട്ടിയുള്ള നമുക്ക് ചൂടേക്കാത്തത്, യെസ്, അത് ഞാനിടും. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ ഇടും. കാരണം അതങ്ങോട്ട് വെള്ളത്തിൽ മുക്കിയാൽ നനയുമല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് കവർ അതിന്റെ മുകളിൽ കൂടെ ഇടും. എന്നിട്ട് ഞാൻ തോർത്തൊക്കെ പിഴിഞ്ഞ് കെട്ടാറുണ്ടായിരുന്നു. അതൊക്കെ എന്തൊരു ദിവസമായിരുന്നു ഗൈസ്. എപ്പ ഹെയർ ഓയിലിംഗ് ചെയ്യുക അപ്പ ഇത് യൂസ് ചെയ്യില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഹെയർ ഓയിലിംഗ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു പ്രാവശ്യം ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യണത് കേട്ടാ. ഇത് നമ്മുടെ സ്കാൽപ്പുമുള്ള എന്താ പറയാ ഓയിലിനെയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യിപ്പിക്കും. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയാ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് നിപ്പുണ്ടാവും, ഒരു രക്ഷയില്ലാണ്ട് അതിനെ ഇളക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ ഡാൻഡ്രഫ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെങ്ത് ഇല്ലേ, യെസ്, അതിനകത്ത് ആ ക്യൂട്ടിക്കൽസ് ഇല്ലേ, അതിന്റെ അകത്തേക്ക് എണ്ണേനെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മീഷോന്നൊക്കെ നിങ്ങൾ മേടിക്കണമെങ്കിൽ വല്ല 200-300 രൂപയ്ക്കൊക്കെ സുഖമായിട്ട് കിട്ടും. ഇതിന് അത്രയൊക്കെ റേറ്റേ ഉള്ളൂ, ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഏത് മേടിച്ചാലും കണക്കാണ്, ക്വാളിറ്റി ഒക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് ആ ഒരു ചൂട് കിട്ടണത് എല്ലാത്തിലും സെയിമാണ്. പിന്നെ എന്തെന്നാ ബാക്കി സെറ്റിംഗ്സ് ഒക്കെ സെയിം ആണ്. ഇതിനകത്ത് 2 സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് കറക്റ്റ് ആയിട്ട് എന്തായാലും പറയാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. വളരെ നല്ലതാണ് ഗൈസ്, 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആളാണ് ഈ ഷവർ ക്യാപ്പ്. ഇതിന് എടുത്ത് പറയാൻ കൂടെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ആണും താനും. പക്ഷെ ഇത് തന്നെ വേണമെന്നില്ല. വീട്ടിൽ വല്ല നോർമൽ കവർ ഉണ്ടാവില്ലേ, നമ്മൾ ഈ അരിയൊക്കെ മേടിച്ചതിന് ശേഷം ബാക്കി വരാക്കാം, അത് യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇതിന്റെ ജോലി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കൂടുതൽ നേരത്തേക്കാണ് ഹെയർ ഓയിൽ വെക്കണമെങ്കിൽ ഇല്ല അങ്ങോട്ട് തുറന്നങ്ങോട്ട് വെക്കരുത്. വെച്ചാൽ ഹീറ്റ് ക്യാപ്പ് ഒക്കെ യൂസ് ചെയ്ത ശേഷം നമ്മൾ വെറുതെ അങ്ങോട്ട് തുറന്നിടരുത്, അതിനൊന്ന് കവർ ചെയ്ത് വെക്കണമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ 2 to 3 hours ഒക്കെ വെക്കുന്നുണ്ട് ഹെയർ ഓയിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഡസ്റ്റ് എക്കത്തിന് അങ്ങോട്ട് വലിച്ചു കയറ്റാൻ പറ്റും ഓയിൽ അപ്ലൈ ചെയ്ത ഒരു മുടിയുടെ അവസ്ഥ കേട്ടാ. സോ യെസ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 100 എണ്ണം കിട്ടും നമുക്ക്. ഞാനിത് ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ്. എത്ര നാളായിട്ട് യൂസ് ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം, കുഴപ്പമില്ല. 1 പ്രാവശ്യം യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കഴുകി യൂസ് ചെയ്യാം, അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ യെസ്, ഇതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ മുടി എണ്ണയൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഇത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ക്യാപ്പ് യൂസ് ചെയ്യണേ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാപ്പ് മുകളിൽ ഈ ഒരു കവർ ഇല്ലേ, ഇത് ഇവിടെ സിബൊക്കെ ഉണ്ട് കേട്ടാ, അതങ്ങനെ തുറന്നിട്ടൊക്കെ വേണമെങ്കിൽ കഴുകാം. ആ പണിക്കൊന്നും ഞാൻ പോവില്ല, അതെനിക്കറിയാം. കണ്ട, കഴുകാം ഡയറക്ട്ലി ഒക്കെ വെക്കുകയാണെങ്കിൽ. പക്ഷെ ആ പണിക്ക് ഞാൻ പോവില്ല. അതിലും വരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്പ് വെച്ചാൽ മതി. യു ആർ സോർട്ടഡ്. നെക്സ്റ്റ് ആണ് ഈ ഒരു വുഡൻ കോം. 1000 പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതെന്താന്ന് പറഞ്ഞത്, ഇതുമ്പോ ഇങ്ങനെ കറുത്ത് പിടിച്ച മമ്മി ഡൈ അടിച്ച സമയത്ത് യൂസ് ചെയ്ത് തരാം. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് 2 ചീപ്പുണ്ട് ഇതുപോലത്തെ. ഒരെണ്ണം ഞാൻ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴേ യൂസ് ചെയ്യാൻ, ആൻഡ് വേറെ ഒരെണ്ണം എന്റെ മുടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കൂല ആ ഒരു സമയത്ത് യൂസ് ചെയ്യണം. സോ ഇത് 1 കൈൻഡ് ഓഫ് ഡേർട്ടി ചീപ്പാണ്. സോ യെസ്, അപ്പോൾ ഇതിന് ഞാൻ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യണം. ബിക്കോസ് ഹെയർ ഓയിൽ ചെയ്യണ ഒരു സമയത്ത് എനിക്കറിയാം എന്റെ മുടി ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്, ഇറ്റ്സ് ടൈം ഫോർ ദ ഹെയർ വാഷ് ഡേ, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ എനിക്ക് യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡർട്ടി ചീപ്പ്, ഓൾറെഡി ഡർട്ടി മുടി. പക്ഷെ എന്നും പറഞ്ഞ പോലെ ഇത് ഒരിക്കലും കഴുകാണ്ടിരിക്കുന്നത്, കഴുകി നന്നായിട്ട് ഇപ്പൊ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പല് പിടിക്കും. റെയർലിയേ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്റെ മുടിമ ഞാൻ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ടീത്ത് ബ്രിസിൽസ് പല്ലായിട്ടുള്ള, ഇങ്ങനെ അടുത്തടുത്ത് പല്ലായിട്ടുള്ള നോർമൽ ചീപ്പില്ലേ, അത് യൂസ് ചെയ്യുന്നതായിട്ട്. കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ തന്നെ വേണം. ആൻഡ് ഇതിനെക്കാട്ട് കുറച്ച് അടുത്തതായിട്ടുള്ള വൈറ്റ് ടൂത്ത് കോമ്പായിരുന്നു ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇത് കിട്ടിയ പിന്നെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, എനിക്ക് ഇത് തന്നെ വേണം ഗൈസ്. ഞാൻ ഇപ്പൊ മമ്മിയും ഓബ്സെസ്ഡ് ആണ് കേട്ടോ. മമ്മി ഇപ്പൊ ഇതുപോലത്തെ ചീപ്പാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഗൈസ് ഇത് ചെയ്യാൻ നല്ല സുഖമാണ്. ആൻഡ് മുടിയോ ഭയങ്കര അങ്ങോട്ട് ടെൻഷൻ തരൂല. നമ്മളെ ഫിംഗേഴ്സ് ഇല്ലേ, യെസ്, അതിന്റെ ജോലിയാണ് ഇത് ചെയ്യണത്. ആൻഡ് ചിലവർ പറയും ഇത് വെച്ചിട്ട് ഡാൻഡ്രഫ് മാറും. ബിക്കോസ് ഇപ്പോഴും മണമാണ് കേട്ടോ, കഴുകിയാൽ പോലും നീമില്ലേ അതിന്റെ. പക്ഷെ ചിലവർ പറയും നീമിന്റെ വുഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യണ ഡാൻഡ്രഫ്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനൊന്നും നടക്കണ കാര്യം എനിക്ക് തോന്നില്ല. മേ ബി കുറച്ച് ഹെൽപ്പ് ചെയ്യാതിരിക്കാം, ഡാൻഡ്രഫിനൊന്ന് പതുക്കൊന്നും മയക്കായിരിക്കാം. പക്ഷെ നോ, ഭയങ്കര എഫക്റ്റ് ഒന്നും കിട്ടാൻ പോകണമെന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റും, നല്ലോണം കോംബ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ലൊരു ചീപ്പാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ് കേട്ടാ. എനിക്ക് ഇത് കിട്ടിയ പിന്നെ ഞാൻ വേറൊരു ചീപ്പിലോട്ടും കാണുന്നില്ല. ആക്ച്വലി എൻ്റെ അടുത്ത് നല്ല ഹെയർ ബ്രഷ് ഒക്കെ ഉണ്ട്, വുഡൻ ആയിട്ടുള്ള ഹെയർ ബ്രഷ് ഉണ്ട്. പക്ഷെ ഹെയർ ബ്രഷിന്റെ കോൺസെപ്റ്റ് എനിക്ക് എന്നുവെച്ചാൽ ചില സമയത്ത് റോൾ അടിക്കാൻ, എസ്തെറ്റിക് ഫീൽ ചെയ്യാൻ, അങ്ങനെയൊക്കെ സമയത്തൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഹെയർ ബ്രഷ്. അതർവൈസ് ഞാൻ ഹെയർ ബ്രഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല.
ടു ബി ഓണസ്റ്റ്. സോ ആരൊക്കെയാണ് ഈ റെഗുലർലി ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യാൻ പോണത്, ലെറ്റ് മീ നോ. ബൈ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഹെയർ ഓയിൽ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബോഡി എന്താണെന്ന് നിങ്ങളോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ എന്താ പറയാ, മുടി വളർത്തണ ഒരു ബ്രാൻഡിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഈ ബഹളം കേട്ട് നിങ്ങൾ അകത്തുനിന്ന് സൈലന്റ് ആയി പോകും, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ മുടി എന്താ പറയണത്, നിങ്ങളുടെ ബോഡി എന്താ പറയണത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ തന്നെ കറക്റ്റ് റൂട്ടീൻ ഡിറ്റോ കോപ്പി അടിച്ച് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. ഞാൻ അപ്പ റിപ്ലൈ ചെയ്യാം. കണ്ടൊന്നും യൂസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കാം. 1 month കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട്സ് കാണാൻ തുടങ്ങും. പക്ഷെ പേഷ്യൻസ്, സ്നേഹം, സമാധാനം, എങ്ങോട്ടും നമ്മൾ ഓടിപ്പോണില്ല, അങ്ങനത്തെ ഒരു ഇത് വേണം. അടുത്ത മാസം എനിക്ക് ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ ഇന്ന് എനിക്ക് 4 ഇഞ്ച് കൂടണം, അങ്ങനെ നടക്കൂല. ബട്ട് യെസ്, അടുത്ത മാസം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റബിൾ ആക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുക. ഡെഡിക്കേറ്റഡ് എന്ന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അടിച്ചുകൊണ്ടല്ല, സമാധാനത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് യെസ് ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. നിങ്ങൾ വേണമെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ എഴുതിക്കോ, അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ എൻ്റെ ഫോണിൽ നോട്ട്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് എനിക്ക് മറക്കരുതിന്. അപ്പൊ ഞാനിപ്പോ എന്താണോ ചെയ്യണത് നിങ്ങൾക്ക് വേഗം എഴുതി വെക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ഒപ്പം തന്നെ ഫോളോ ചെയ്യാം. സോ യെസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാ ഓയിൽസും ടൂൾസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാട്ടെ. അതെ, ഇവിടെ വ്യൂ പ്രൊഡക്ട്സ് ഉണ്ടാവും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. Till then, take care and always remember that I purple you all. Bye bye. Like, subscribe ചെയ്യാൻ മറക്കണ്ട.